ബിയർ കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ? ഇങ്ങനെയൊക്കെ മസാല തേക്കണം കേട്ടോ, തള്ളേ കൊള്ളാവോ? അങ്ങനെ പറയുന്ന ആരാന്നറിയോ? നോക്കട്ടെ, കമൻറ്റ് ചെയ്യും. നമ്മുടെ ഫിഷ് റവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല, നമ്മൾ എന്തിൻ്റെ കൂടെ കഴിക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? ഹായ്, അപ്പോൾ പാത്തൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കുറച്ച് നെയ്മീൻ കിട്ടിയത് ഞാൻ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്മീൻ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം അല്ലേ? ബിയർ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് നെയ്മീൻ വെച്ച് ബിയർ കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ? നൈസായിട്ട് നമുക്ക് ഈ കറിയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു അടിപൊളി സാധനം, അതായത് ഒരു ഗോവൻ ഐറ്റം. ഗമോണ്ട്ര മഹേഷ്, നമുക്കിപ്പോൾ ചെയ്യാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ നെയ്മീൻ ഒരു 10 പീസ് നൈസായിട്ട് സ്ലൈസായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതിനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, അതും കാശ്മീരി ചില്ലി ആകുന്നു, ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡർ, ഉപ്പിടുന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു. പുരട്ട് ഇതിൽ നമുക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒഴിക്കുന്ന നല്ലതാണ്. ഒഴിക്കുമ്പോൾ പിന്നെ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കൈ പുകയില്ല എന്നുള്ള ടിപ്പും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള കൈയൊക്കെ ഉള്ള മനുഷ്യർക്ക്, ചില സ്കിന്നൊക്കെ ഉള്ള മനുഷ്യർക്ക് കൈ പുകയും. അപ്പോൾ ഇങ്ങനെ കുഴച്ചപ്പോൾ മനസ്സിലായില്ലേ, അത് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന്. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഓക്കെ, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനുള്ള മസാല എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി ആയിരുന്നു മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു പകുതി മുറി നാരങ്ങ, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇതാ വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കുകയാണ്. ഇനി നമുക്കിങ്ങനെ ഓരോ പീസ് മീൻ എടുത്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് എടുത്ത് വയ്ക്കാം. മസാല തേക്കുമ്പോൾ എനിക്ക് വിൻസിന് ഓർമ്മ. മസാല തേക്കണ്ടേ, മസാല തേക്കുമ്പോൾ എനിക്ക് ആ പുള്ളിക്കാരിനെ ഓർമ്മ വരും. നല്ല രസമായിട്ടാണല്ലോ അത് അവതരിപ്പിച്ചത്. അടിപൊളിയാണ് പുള്ളിക്കാരി, ഭയങ്കര ഇഷ്ടമാണ്. ചെയ്ത എല്ലാ ക്യാരക്ടറും അടിപൊളിയാണ്. ഇങ്ങനെയൊക്കെ മസാല തേക്കണം കേട്ടോ, തള്ളേ കൊള്ളാവോ? അങ്ങനെ പറയുന്ന ആരാന്നറിയോ? നോക്കട്ടെ, കമൻറ്റ് ചെയ്യും. എന്തായാലും നിങ്ങൾ എത്ര പേരുടെ വീഡിയോസും റീൽസൊക്കെ കാണുന്നുണ്ട്, ഇവരെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയണമല്ലോ. ചില ഡയലോഗ് വെച്ചിട്ടും ചില എന്താ പറയുക, അവർ ആക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ മനുഷ്യന്മാരെ എപ്പോഴും ഓർത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കട്ടെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സ്വന്തം ചേച്ചിയാണ്, രണ്ട് ചേച്ചിയാണ്, എനിക്കറിയാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. സെറ്റാക്കിയിട്ടുള്ളതിനുള്ളിൽ ഇതിൻ്റെയൊക്കെ നമുക്ക് വേറൊരു മെയിൻ ഐറ്റം വേണം. അത് വെച്ചിട്ടാണ് ഈ ഡിഷ് അറിയപ്പെടുന്നത്. ഡിഷല്ലല്ലോ, ഡിഷല്ല. ഇതാണ് നമുക്കതിലേക്ക് വേണ്ട മെയിൻ ഐറ്റം. അപ്പം ഇത് കാണുമ്പോൾ ചിലപ്പോൾ എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും. ഗോവയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് എന്താണ്, ഫിഷ് റവ ഫ്രൈ എന്ന് പറഞ്ഞ ഐറ്റം. അത് അവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടവും ടേസ്റ്റി ആയിട്ടുള്ള സാധനം. അതുപോലെ അവിടെ മാത്രമല്ല ഉണ്ട്, വേറെയും എവിടെയും കൂടെ കിട്ടാനുണ്ട് തോന്നുന്നു. എന്തായാലും ഫിഷ് റവ ഫ്രൈ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. ഓക്കെ, നമുക്ക് പരിപാടി തുടങ്ങാം. പെട്ടെന്നാൻ വേണ്ടിയാണ് ഫ്രിഡ്ജിൽ വെച്ചത്. ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ സമയം എടുക്കാൻ വേണ്ടി നേരം നമുക്ക് ഓണാക്കാം.
കഴുകി സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. മറ്റേ ടൈം നമുക്കിതിനകത്ത് 2 3 ഒക്കെ പറ്റിയിരിക്കും. നമുക്ക് നോക്കാം. നമ്മളിതാ മസാല തേച്ച ശേഷം മീൻ നേരെ റവയിലേക്ക് എടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് റവ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്നിങ്ങനെ റവ ഇങ്ങനെ പൊതിഞ്ഞെടുക്കണം. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ ഇത് എടുത്ത് വെക്കുന്നു. ഓക്കെ, 3 എണ്ണമൊക്കെ വെക്കാൻ പറ്റും, അതിനുള്ള സ്ഥലമുണ്ട്. സെറ്റ്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് 3 എണ്ണം നന്നായിട്ട് റവയിലൊക്കെ ടിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് റവ കവർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, പവർ ഓണാക്കുന്നു. നേരെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം 15 മിനിറ്റാണ് ടൈം വരുന്നത്. അതിലൊരു 8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് എടുത്തിട്ട് മറിച്ച് വെക്കണം, അത് തിരിച്ചു വെക്കണം. അപ്പോഴാണ് 2 സൈഡ് നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടുക. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നെയ്മീൻ വെച്ച് മാത്രമല്ല, സാധാരണ ഗോവയിൽ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അയില ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അയിലയിലാണ് അവർ ചെയ്യാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ഷോപ്പിൻ്റെ എന്താ പറയുക സ്റ്റാറും വലിപ്പമൊക്കെ അനുസരിച്ച് പല പല മീനിലും അവർ പരീക്ഷിക്കാറുണ്ട്. എന്തായാലും എനിക്ക് കഴിച്ചതിൽ എനിക്കങ്ങനെ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ മീനിൻ്റെ എല്ലാ സാധനങ്ങളും എല്ലാം നോക്കിയിട്ട് അങ്ങനെ കഴിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും മീനിൻ്റെ പച്ച സ്മെല്ലൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതിനോട് അത്ര. ഇപ്പോൾ ഗോവയിൽ ചിലപ്പോൾ പല ഡിഷസും ഉണ്ട്, അതിൽ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ആ പച്ച സ്മെല്ലടിക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഫീൽ കാരണം കഴിക്കും. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല, എനിക്ക് റവ ഫ്രൈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഏതെങ്കിലുമൊക്കെ ഓരോ ടൈപ്പ് മീൻ അതിൻ്റെ അകത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ അത് കുറേ നാളായി വിചാരിക്കുന്നു വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ട്രൈ ചെയ്തൊക്കെ നോക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതൊന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരു അടിപൊളി ഐറ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ടച്ചിങ്സ് ആയിട്ടൊക്കെ കഴിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈഡ് ആയിട്ട് കഴിക്കാനും സ്റ്റാർട്ടറായിട്ട് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ റവ ഫ്രൈ എന്നുള്ളത്. അധികം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെ മസാല തേച്ച് വയ്ക്കുക, പിന്നെ റവയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം എന്നൊക്കെ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കിക്കോളൂ. നമുക്കൊന്ന് മറിച്ചിടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ പോസ് ചെയ്യാം. എന്നിട്ട് തുറന്നിട്ട് കണ്ടോ നമുക്ക് മറിച്ചിടാം. തിരിച്ചു വെച്ചു. ഇനി ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് തനിയെ ഓഫായിട്ടുണ്ട്. നമുക്ക് നേരെ പവർ ഓഫ് ചെയ്യാം. നമുക്ക് പുറത്തെടുക്കാം. റവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. നമ്മൾ എന്തിൻ്റെ കൂടെ കഴിക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? അടിപൊളി സൂപ്പർ സാധനമായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും അത് മുഴുവൻ കഴിച്ച് തീർക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ അടിപൊളി റെസിപ്പീസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ആ ബെല്ലൈക്കണില്ലേ അതൊന്ന് പ്രസ് ചെയ്തിട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു ഐറ്റമാണ്. ടാറ്റാ, ബൈ, സീ യു.